സിനിമാറ്റിക് എക്സലൻസിന് ഓസ്കാർ, ടെലിവിഷൻ എക്സലൻസിന് എമ്മി. അപ്പോൾ ഗ്രാമി അവാർഡ്സ് കൊടുക്കുന്നത് ആർക്കായിരിക്കും? എന്തായിരിക്കും ഗ്രാമി? എന്തിനു വേണ്ടിയിട്ടാണ് ഇത് കൊടുക്കുന്നത്? ആദ്യകാലങ്ങളിൽ ഗ്രാമഫോൺ പുരസ്കാരം എന്നാണിത് അറിയപ്പെട്ടിരുന്നത്. വർഷത്തിൽ ഒരിക്കൽ പ്രശസ്തരായ കലാകാരന്മാരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വലിയ ഇവന്റ് സംഘടിപ്പിച്ചുകൊണ്ടാണ് ഗ്രാമി അവാർഡ്സ് അർഹരായവർക്ക് നൽകുന്നത്. 1920കളിലാണ് ചലച്ചിത്ര മേഖലകളിലെ മികച്ച കഴിവുകളെ അംഗീകരിക്കാനും പ്രോത്സാഹിപ്പിക്കാനും വേണ്ടി ഓസ്കാർ നൽകി തുടങ്ങുന്നത്. 40കളിൽ ടെലിവിഷൻ മേഖലയിലേക്ക് എമ്മി എന്ന പുരസ്കാരവും വന്നു. അപ്പോഴാണ് ഇങ്ങനൊരു ആദരവും പ്രോത്സാഹനവും സംഗീത മേഖലയിലുള്ളവർക്കും വേണം എന്നൊരാവശ്യം വന്നത്. ഹോളിവുഡ് വോക്ക് ഓഫ് ഫെയിം എങ്ങനൊരാവശ്യം മുമ്പോട്ട് വെച്ചപ്പോൾ അത് അംഗീകരിക്കപ്പെടുകയായിരുന്നു. പിന്നീടുള്ള ചോദ്യം എന്ത് പേരാണ് ഈ ഇവന്റിന് കൊടുക്കുക എന്നതായി. ശബ്ദലോകവുമായി കണക്റ്റഡ് ആയിട്ടുള്ള ഫോണോഗ്രാഫ് എന്ന ഉപകരണം കണ്ടുപിടിച്ച തോമസ് ആൽവ എഡിസന്റെ പേരുമായി ബന്ധപ്പെടുത്തി എഡ്ഡി എന്ന പേരിടാമെന്ന് സജഷൻസ് വന്നു. പക്ഷെ പിന്നീട് തീരുമാനിച്ചു തിരഞ്ഞെടുപ്പ് വഴി കണ്ടുപിടിക്കാമെന്ന്. ഏറ്റവും കൂടുതൽ നിർദ്ദേശം വന്നത് ഗ്രാമഫോൺ എന്ന പേരായിരുന്നു. പക്ഷേ അതിന്റെ ചുരുക്കപ്പേരാണ് അട്രാക്റ്റീവ് ആയിട്ട് പലർക്കും തോന്നിയത്. അങ്ങനെ 1950കളിൽ സംഗീതത്തിൽ മാസ്മരികത തീർക്കുന്നവർക്കായി ഗ്രാമി എന്ന പ്രസ്റ്റീജ് അവാർഡ് നിലവിൽ വന്നു. അമേരിക്കയിലെ നാഷണൽ അക്കാദമി ഓഫ് റെക്കോർഡിംഗ്, ആർട്ട് ആൻഡ് സയൻസ് ആണ് ഗ്രാമി പുരസ്കാരം നൽകിക്കൊണ്ടിരിക്കുന്നത്. 1950ൽ നിലവിൽ വന്നെങ്കിലും 1958 വരെ കാത്തിരിക്കേണ്ടി വന്നു ആദ്യത്തെ ഗ്രാമി അവാർഡ് പ്രഖ്യാപിക്കാൻ. പ്രധാനമായും ആൽബം ഓഫ് ദി ഇയർ, റെക്കോർഡ് ഓഫ് ദി ഇയർ, സോങ് ഓഫ് ദി ഇയർ, പുതുമുഖ കലാകാരൻ എന്നീ വിഭാഗങ്ങളിലേക്കാണ് പുരസ്കാരം നൽകുന്നത്. എങ്കിലും നിലവിൽ മൊത്തത്തിൽ 100ലേറെ വിഭാഗങ്ങളുണ്ട്. അപേക്ഷ സ്വീകരിച്ച റെക്കോർഡിംഗ് അക്കാദമിയുടെ വോട്ടിംഗ് പാനൽ തിരഞ്ഞെടുക്കുന്ന പ്രതിഭകൾക്കാണ് പുരസ്കാരം നൽകുന്നത്. 65 ഗ്രാമികളിൽ 32 അവാർഡുകൾ സ്വന്തമാക്കിയ ബിയോൺസെയാണ് ഏറ്റവും കൂടുതൽ ഗ്രാമി അവാർഡുകൾ കരസ്ഥമാക്കിയ വ്യക്തി എന്ന പട്ടം സ്വന്തമാക്കിയിരിക്കുന്നത്. ഇത്തവണത്തെ 66ാമത് ഗ്രാമി അവാർഡ്സിൽ ഫോർ ബ്രിഡ്ജേഴ്സ് 4 പുരസ്കാരങ്ങളാണ് കൈക്കലാക്കിയിരിക്കുന്നത്. ഗ്രാമഫോൺ രൂപത്തിലുള്ള ഗ്രാമി ട്രോഫി നിർമ്മിക്കുന്നതിന് ബില്ലിംഗ് ആർട്ട് വർക്ക്സ് എന്ന കമ്പനിയാണ്. എല്ലാ ട്രോഫികളും നിർമ്മിക്കുന്നത് ഹാൻഡ്മെയ്ഡ് ആയിട്ട് തന്നെയാണ്. ഇത്തവണത്തെ ഗ്രാമി അവാർഡ്സിൽ ഇന്ത്യക്കും അഭിമാനിക്കാവുന്ന നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തബല മാന്ത്രികൻ ഉസ്താദ് സാക്കിർ ഹുസൈൻ, ശങ്കർ മഹാദേവൻ അടക്കം 6 ഗ്രാമി അവാർഡുകൾ ഇന്ത്യ നേടിയിട്ടുണ്ട്. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി വേൾഡ് മീഡിയ.